നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതും അതുപോലെ തന്നെ കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ കക്ക ഇറച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും പാടുപെട്ടാണ് പണ്ട് അമ്മച്ചിയൊക്കെ ഉണ്ടാക്കി തന്നതെന്ന് ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. കാരണം സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നത്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നല്ല വൃത്തിക്ക് ഇതെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് വെള്ളം ചേർക്കാണ്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണേ ആദ്യമേ. അപ്പം നമ്മുടെ കക്കാർച്ചിയെല്ലാം വേകുമ്പോഴേക്കും വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിനകത്ത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, പച്ചമുളക് ഇതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലോണം മൂത്ത് നല്ല സ്മെല്ലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊരു സവോള മുറിച്ചിടുന്നുണ്ട്. സവോള വലിയ സവോളയാണെങ്കിൽ 1 ചേർത്താൽ മതി കേട്ടോ. ചെറിയ സവോളയാണെങ്കിൽ 2 ചേർക്കണേ. കാരണം ഒരുപാട് സവോള ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മധുരമായിരിക്കും, ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് സവോള വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സവോളയെല്ലാം വഴണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചിരകിയ 1 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയെല്ലാം നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും പിന്നെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ നോർമൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മളുടെ ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ, പിന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് പൊടിയൊക്കെ കരിയാണ്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതെല്ലാം മൂത്ത് നല്ല ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ കക്കാർച്ചിയിലേക്ക് ചേർത്ത് ഇളക്കം കേട്ടോ. കാരണം കക്കാർച്ചിയിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും, അപ്പോൾ പിന്നെ എക്സ്ട്രാ നമ്മൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇതാക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം കുറച്ച് വെളിച്ചെണ്ണ കൂടെ തൂക്കിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കക്കാർച്ചി ഇവിടെ റെഡിയാണ്. അപ്പോൾ ആർക്കെങ്കിലും റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്